ഓപ്പൺ ആണ്. എന്റെ പേര് ശ്രീകുട്ടി. ശ്രീകുട്ടി. അപ്പൊ എന്തോ സംഭവം ഇത്? അപ്പൊ ശരിക്കും ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല, ഇതെന്തുവാന്ന് നമുക്ക് നോക്കാം. സന്തോഷേട്ടാ, ഇത് അമ്മയാണ്. അപ്പൊ ഈ ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നത് ഡോക്ടർ. ഇപ്പം നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിന്റെ രീതി തന്നെ വളരെ സൂപ്പറാണ്. കാണുന്നതെല്ലാം ഞെട്ടിക്കുന്ന സാധനമാണ്. അടിപൊളി. അപ്പൊ ഇത് 1, 2, 3, 4 വാതിലുണ്ട്. ഒരാൾ ഇവിടെ ആദ്യം വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്? ഈ കൈക്ക് ശരിക്കും അനങ്ങാൻ മേലാത്ത രീതിയിലായിരുന്നു വന്നത്. മുട്ടുവേദന, നടുവേദന, ഷോൾഡറിന്റെ വേദന, ഫ്രോസൺ ഷോൾഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നു. ഡോക്ടർ ഇപ്പൊ ഇതെന്തു ചെയ്യുന്നേ? ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട. എന്ത് കഴിച്ചാലും നമുക്ക് പ്രശ്നമായിരുന്നു. പിന്നെ ഇവിടെ വന്നൊരു 10 ദിവസം. ഡോക്ടർ ഇതേ ഈ സാധാരണ മണ്ണൊക്കെ ഇങ്ങനെ പുരട്ടുമ്പോ നമുക്ക് ചൊറിച്ചിലൊക്കെ ഇല്ല. എന്താ ഈ മണ്ണ് സാധാരണ ഒരു മണ്ണല്ല. ഇവിടുത്തെ ചികിത്സ കൊണ്ട് പോകുന്നതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് നോർമലായിട്ടാണ് പോയത്. ഇത്രയും സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഒരു വലിയ റേറ്റ് ആവത്തില്ലയോ? സാധാരണക്കാർക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. അവർക്ക് നമ്മൾ രോഗങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരു സ്ഥലമല്ല ഇത്, ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുന്ന ഒരു സ്ഥലമാണ്. സന്തോഷേട്ടാ നമസ്കാരം. 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 നമ്മളിപ്പോ കോട്ടയം ജില്ലയിലാണ്. കോട്ടയത്ത് പനച്ചിക്കാട് എന്ന് പറയുന്ന സ്ഥലം. ഈ ബിൽഡിംഗ് കണ്ടോ? അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഉൾക്കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പക്ഷെ ഇവിടെ വന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പ്രകൃതി ചികിത്സ യഥാർത്ഥമായിട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. അത് മാത്രമല്ല ഒരു ആയുർവേദ സെന്റർ ആണിത്. മാത്രമല്ല എങ്ങനെ വെള്ളം കുടിക്കണം, എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത് എല്ലാവർക്കും മനസ്സിലാക്കി. ഇപ്പൊ അസുഖമുള്ളവരും ഇല്ലാത്തവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം. നടത്തുന്നല്ലേ? അത് തന്നെ. അടിപൊളിയാണ്. ഒന്നാമത്തെ കാര്യം എന്നറിയോ, ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ AC ഒന്നും വേണ്ട, പക്ഷെ നല്ല തണുപ്പാണ്. ആ ഒരു ബിൽഡിങ്ങിന്റെ രീതി അതാണ്. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. നമുക്ക് ഇതെല്ലാം ആദ്യം ഒന്ന് കണ്ടാലോ? പിന്നെ തീർച്ചയായും നമുക്ക് കണ്ടിട്ട് ബാക്കിയെല്ലാം. ആയിക്കോട്ടെ. ഈ ഡോക്ടർ ഒത്തിരി വലിയ പ്രായമുള്ള ആളൊന്നുമല്ല, വളരെ ചെറിയ പ്രായമുള്ള ഒരാളാണ്. ശരിക്കും ഡോക്ടർ ചെയ്യുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് മെയിനായിട്ട് ആഹാരം എങ്ങനെ കഴിക്കണം, അത് മാത്രമല്ല എങ്ങനെ വെള്ളം കുടിക്കണം, ഏത് ടൈം വേണം, എന്ത് ആഹാരം സെലക്ട് ചെയ്യണം. ഡോക്ടർ ഒരു വലിയ കാര്യമാണ് ഡോക്ടർ ചെയ്യുന്നത്. ഈ ചെറിയ പ്രായത്തിൽ എങ്ങനെ ഇത് തോന്നി? അല്ല, ഞാൻ പഠിച്ചത് BNYS എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. നമ്മൾ ചെറുപ്പം മുതലേ പ്രകൃതി ചികിത്സ അല്ലെങ്കിൽ പ്രകൃതി ജീവനം ഇതൊക്കെ നമ്മൾ കേരളത്തിൽ ഇഷ്ടംപോലെ കേട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെഡിക്കൽ കോഴ്സ് പഠിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അതിനൊരു സയന്റിഫിക് എവിഡൻസ് അല്ലെങ്കിൽ നമുക്കൊരു അതോറിറ്റി വേണമല്ലോ. അങ്ങനെ ഒരു മെഡിക്കൽ കോഴ്സ്, അങ്ങനെ 5.5 വർഷം നാച്ചുറോപ്പതി ആൻഡ് യോഗ പ്രകൃതി ചികിത്സയിൽ മെഡിക്കൽ ഡിഗ്രി എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യാൻ തുടങ്ങിയത്. അതിനകത്ത് നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ തന്നെ ഡ്രഗ്ലെസ് തെറാപ്പിയാണ്, മരുന്നുകളില്ലാത്ത ചികിത്സാ രീതി. അത് നാച്ചുറോപ്പതിയുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ ഈ മരുന്നുകളില്ലാത്ത ചികിത്സാ രീതിയിൽ ഫാർമസി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഫാർമസി എന്ന് പറഞ്ഞാൽ മരുന്നുകൾ എവിടെയാണ് ഫാർമസി? ഫാർമസി എന്ന് പറഞ്ഞാൽ കിച്ചണാണ്. നമ്മുടെ എല്ലാം വീടിന്റെ അടുക്കളയാണ് ഫാർമസി. അപ്പോ ബഹുഭൂരിപക്ഷം വീടുകളിലും ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അമ്മമാരാണ്. അവിടെയാണ് എല്ലാ രോഗങ്ങളുടെയും പരിഹാരം എന്നുള്ളതാണ് നാച്ചുറോപ്പതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി. അത് കൂടാതെ ട്രീറ്റ്മെന്റുകളുണ്ട്. നമുക്ക് മസാജ് ഉണ്ട്, അക്യുപഞ്ചർ ഉണ്ട്, കപ്പിംഗ്, അങ്ങനെ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ എല്ലാം നമുക്കിന്ന് കാണാം. അപ്പൊ അങ്ങനത്തെ ട്രീറ്റ്മെന്റുകളുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ ഇപ്പം നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിന്റെ രീതി തന്നെ വളരെ സൂപ്പറാണ്. കാരണം കാഴ്ചയിൽ മാത്രമല്ല ഒരു കമ്പ് പോലും ഒടിക്കാതാണ് ഡോക്ടറുടെ ചെയ്തത്. ഇത് നമ്മൾ ഇത് ചെയ്തപ്പോൾ തന്നെ നമുക്കത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ സർവേ ആണ് എടുത്തത്. ഡിജിറ്റൽ സർവേ എടുത്തിട്ട് മരങ്ങളെ നമ്മൾ സദാ സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തു. അതിനുശേഷം ഈ മരങ്ങൾ പോകാതെ ഉള്ളൊരു പ്ലാൻ, ഒരു ആർക്കിടെക്ചർ പ്ലാൻ ആണ് നമ്മൾ ഇവിടെ ചെയ്തത്. അതുകൊണ്ടാണ് ഒരു ജാതി മരം പോലും പോവാതെ, ഒരു മരം പോലും പോവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സ്ഥാപനം തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു മരം തീർച്ചയായില്ല. അതുപോലെ തന്നെ നമുക്ക് ഒന്നകത്തെല്ലാം തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണാം. അടിപൊളി. അപ്പൊ ഇത് 1, 2, 3, 4 വാതിലുണ്ട്. അതെ, ഫസ്റ്റ് കയറുമ്പോ. അപ്പൊ ഇതിനകത്ത് ഓരോന്നിനും ഓരോ റൂമാണ്. അതെ, അതിനകത്ത് നമുക്ക് നല്ല സ്റ്റൈലായിട്ടോ. കാരണം ഒരു വൈറ്റ് ആണ് ഫുള്ള്. മാത്രമല്ല നല്ല സൂപ്പറായിട്ട് 2 പേർക്ക് കിടക്കാൻ പറ്റും. ബാത്റൂം ഒന്ന് കണ്ടു നോക്കും. തീർച്ചയായിട്ടും കേട്ടോ, ബാത്റൂമിൽ ആവശ്യത്തിനുള്ള സ്ഥലമുണ്ട്. മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറുകൾ. ഇതിപ്പോ ഡബിൾ റൂമാണ് നമ്മൾ കണ്ടത്. ഇതിപ്പോ ഡബിൾ റൂം വേണ്ടവർക്ക് ഡബിൾ റൂം എടുക്കാം. അതല്ല സിംഗിൾ, ഒറ്റയ്ക്ക് ഒരാൾ വന്നിട്ട് ഇപ്പൊ കുറച്ചധികം ദിവസം നിൽക്കണമെങ്കിൽ അവർക്ക് സിംഗിൾ റൂമും ഉണ്ട്. ഇത് സിംഗിൾ റൂം. നമുക്ക് സിംഗിൾ റൂം കാണാം. അപ്പൊ ഇവിടെ ഒരാൾക്ക് മാത്രമായിട്ട് വരാൻ അടിപൊളിയായിട്ട് വിടും. അതെ, അതും അറ്റാച്ച്ഡ് ആണ്. മെയിൻ ആയിട്ട് ഡോക്ടർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് സ്ഥലം കളഞ്ഞിട്ടില്ല കേട്ടോ. അത്ര സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഡോക്ടറുടെ വസതിയാണ്. ഇവിടെ ഇരിക്കുന്നത്. ഈ 3 പേർക്ക് വേണ്ടി ഡ്യൂട്ടി ഡോക്ടർ ഇവിടെ കാണാം. നമ്മള് അവിടുന്ന് വരുമ്പോ ഇവിടെ നമുക്കൊരു ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ഒരു കോമൺ ഡൈനിങ് ഏരിയ ആണ്. അറ്റ് എ ടൈം ഒരു 10 പേർക്ക് വരെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയ ആണ്. ഇത്
ഇത് ട്രീറ്റ്മെന്റ് റൂമാണ്. ഓ, അപ്പൊ ഇതിന് സെന്ററിൽ തന്നെ. അതെ അതെ അതെ, ട്രീറ്റ്മെന്റ് റൂം. അവിടെയും ഇവിടെയും നമുക്ക് 10 ബെഡ്, അതായത് 6 റൂംസ് ഉണ്ട്. 10 ബെഡ് ഉണ്ട്. 10 ബെഡ് അറ്റ് എ ടൈം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അത് കൂടാതെ മേളിലുണ്ട്, അത് നമുക്ക് കാണാം. അത് കൂടാതെ ട്രീറ്റ്മെന്റ് റൂമാണ്. ഓ ശരി. അപ്പൊ ഇത് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടെ ചേർന്നുകൊണ്ട് തന്നെ 2 പേർക്കും കറക്റ്റ് ആയിട്ട് ഇവിടെ വരാം. ഇതിപ്പോ നമ്മൾ പല തട്ടുകളായിട്ടായിരുന്നു ഈ പ്രോപ്പർട്ടി, നമ്മൾ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ചെയ്തത്. കറക്റ്റ് ചെയ്ത് വെച്ചു. പക്ഷെ മേളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് ഇങ്ങനെ താഴോട്ട് കരിങ്കല്ല് കെട്ട് ചെയ്താണ് ചെയ്തത്. അതുപോലെ മാത്രമല്ല നമ്മുടെ റൂമാണ്, നമ്മുടെ ഒരു ഓഫീസ് പോലത്തെ റൂമാണ്. ഇവിടെ കൗൺസിലിംഗ് ഉണ്ടല്ലോ, സൈക്കോളജി, സൈക്കാട്രി കൗൺസിലിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്ന ഇവിടെയാണ്, ഇവിടെ വെച്ചാ. അതെ അതെ. ഇതിനെല്ലാം പ്രത്യേകമായിട്ട് ഒരു റൂം, ഒരു റെഡ് ടോണ്, വൈറ്റ് ടോണ് ഭയങ്കരമാണ് ഇവിടെ. ഇത് എല്ലാം എന്തോ ഒരു മണ്ണ് ടോണാണ് ഫുൾ. അതെ അതെ അതെ. സന്തോഷം മനസ്സിലാക്കാണ്, ഇത് സിമെന്റുകൾ ഇല്ലാതെ, നമുക്ക് സിമെന്റ് ഇല്ലാത്തൊരു കട്ടയാണ്. ഇതാകുമ്പോ തണുപ്പുണ്ട് നല്ല. അതെ. ഇപ്പൊ ഇവിടെ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത്, ഇത് ഗ്ലാസ് ഇട്ടേക്കുന്ന വെച്ചാൽ നമുക്ക് ആ സൈഡിൽ നമ്മളൊരു ഗോശാലയാണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ. പശുക്കളെ കണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി നാടൻ പശുക്കളാ. അതെ, ഒരു TV വെക്കുന്നതിനേക്കാളും മനോഹരമായ കാഴ്ച നമ്മൾ അവരെ കാണാൻ പറ്റുക എന്നുള്ളതാണ്. ശരിക്കും ഡോക്ടറെ ചിന്താഗതി കണ്ടോ? അതൊക്കെ ശരിക്കും ഇതൊക്കെ പുള്ളി അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വരുന്ന ആൾക്കാരെ കൃത്യമായിട്ട് നോക്കുന്നത്. നമുക്ക് അടുത്ത സ്ഥലം കണ്ടല്ലോ സന്തോഷം. ഓക്കെ. ഈ കാണുന്നതെല്ലാം ഞെട്ടിക്കുന്ന സാധനമാണ്. ഇത് ശരിക്കും നമ്മൾ താഴെ കണ്ട റൂമിന്റെ മോൾ വശമാണ്. നിങ്ങൾ വിചാരിക്കും ഇവിടെ ചൂടുണ്ടാവുമെന്ന്. ചൂടിന് വേണ്ടി നമ്മൾ AC വെച്ചിട്ടുണ്ട്, 2 AC ഉണ്ട്, പിന്നെ ഫാനും ഉണ്ട്. ഇതെന്താ ഇങ്ങനെ ചെയ്തതിന്റെ കാര്യം? ഇത്രയും ബെഡ് അടുപ്പിച്ച് 2 രീതിയിലാണ് സന്തോഷം. നമുക്കിപ്പോ താഴത്തെ റൂം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോ ഈ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടവരെല്ലാവരും ഒത്തിരി പണക്കാരാവണം നിർബന്ധം നമുക്ക് പറ്റത്തില്ല. സാധാരണക്കാർക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. അവർക്ക് ട്രീറ്റ്മെന്റിന്റെയും ഫുഡിന്റെയും പൈസ എന്നാൽ അവർക്ക് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള ഇത് കൊടുക്കും. പിന്നെ അവർ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നു അതിന് അവർ എക്സ്ട്രാ പേ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ചെറിയ പൈസയ്ക്ക് വന്ന് ചെയ്യാൻ പറ്റും. അത് കൂടാതെ 1 ഡേ ഉണ്ട് നമ്മുടെ ഇവിടെ. ഒരു ദിവസം വന്ന് രാവിലെ വന്ന് വൈകുന്നേരം പോകും. അവർക്ക് റൂമിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അവർക്കും ഇവിടെ ഇതുപോലെ തന്നെ അപ്പുറത്തെ സ്പേസും ഉണ്ട്. ഇത്രയും തന്നെ ഉണ്ട്. ഇങ്ങനെ എത്ര ബെഡ് ഉണ്ട്? ഇതുപോലെ തന്നെ 10 ബെഡ്, അതായത് ഇവിടെ 5ഉം അവിടെ 5ഉം. അല്ല, ഇത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇതൊക്കെ കാണിക്കുന്നെങ്കിലും ഇതിന്റെ ട്രീറ്റ്മെന്റ് കൂടെ നിങ്ങൾ കാണണം. ആ വീഡിയോക്കകത്ത് കാണാൻ പറ്റും. അതുകൂടെ കണ്ടെങ്കിലേ കൃത്യമാകത്തുള്ളൂ. അതെ, ഇത് ഇപ്പൊ ഈ 2 കോട്ടേജിന്റെ ഇടയ്ക്കുള്ള ഒരു ഏരിയയാണ്. സന്തോഷം കണ്ടാൽ മനസ്സിലാവും. അപ്പോ ഇതെങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. മഴയില്ലാത്ത സമയങ്ങളിൽ രാവിലെ യോഗ എല്ലാ ദിവസവും ഉണ്ട് ഇവിടെ. നമ്മുടെ റൊട്ടീൻ എല്ലാ ദിവസവും യോഗയുണ്ട്. അപ്പൊ ഓപ്പൺ യോഗയാണ്. അപ്പോ യോഗ ചെയ്യേണ്ട ഒരു സ്പേസ് ആയിട്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത്. അപ്പൊ ഇത് 2 സ്ഥലം നമുക്ക് വെറുതെ പോയിട്ടില്ല, റൂമുകളും ഉണ്ട്. ഏകദേശം ഒരു 20 പേർക്കോളം നമുക്ക് ഇവിടെ യോഗ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ സംഭവം എന്തുവാ? ഇത് സന്തോഷം പറയാൻ പറ്റുമോ എന്നാന്ന്? എന്തെങ്കിലും ഒരു ഊഹം? ഞാൻ വിചാരിക്കുന്നത് ഈ യോഗ ഇവിടെ ചെയ്യുന്നുണ്ട്, ബാക്കില് ശരിക്കും ഒരു ഭിത്തിക്ക് വേണ്ടി ചെയ്തേക്കുവാന്നുള്ളതാണ്. അല്ല, നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് അതുവഴി വേണമെങ്കിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കാം. സന്തോഷേട്ടാ, ഓപ്പണാണ്. നമ്മളുടെ ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും 2 പേരും വരും. അപ്പൊ സ്ത്രീകൾക്ക് ഇതെല്ലാം വേണം. അവർക്കപ്പോ ഒരു മറ ആവശ്യമാണ്, അല്ലെ? ഒരു പ്രൈവസി സ്പേസ്. അപ്പൊ അതിനുവേണ്ടിയാണ് 2 റൂം ഇതുപോലെയുണ്ട്. ഡോക്ടർ, ഇതേ ഈ സാധാരണ മണ്ണൊക്കെ ഇങ്ങനെ പുരട്ടുമ്പോ നമുക്ക് ചൊറിച്ചിലൊക്കെ ഇല്ല സന്തോഷം. ഈ മണ്ണ് സാധാരണ ഒരു മണ്ണല്ല. അത് കാണുമ്പോൾ തന്നെ സന്തോഷം മനസ്സിലാവും, അതിന്റെ കളറും ഉണ്ട്. അത് മാത്രമല്ല, ഈ വയലും നമ്മുടെ ആറും കൂടി കൂടിച്ചേരുന്ന ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നിന്ന് 15 അടി താഴ്ചയിൽ നമ്മൾ എടുക്കുന്നതാണ് ഈ മണ്ണ്. ഇത് വെറുതെ എടുത്താൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ഹെർബ്സ് ചേർക്കണം, 12ഓളം സസ്യങ്ങൾ നമ്മൾ ചേർക്കണം. അത് കൂടാതെ നമ്മൾ അലർജിക് ടെസ്റ്റ് ചെയ്യണം. കോമൺ സ്കിൻ ടോൺ ഉള്ള ഒരു 3 പേര് അലർജിക് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഒരു ചെറിയ കാര്യമല്ല, വെറുതെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു മണ്ണെടുത്തോണ്ടൊന്നും തേക്കുമല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയം. ഇത് തൊടുമ്പോ തന്നെ ഇതിന്റെ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ മഞ്ഞൾ മാത്രമേ ഉള്ളൂ? ഇത് മഞ്ഞൾ, ചോറ്, അതിന്റെ കൂടെ 2-3 ഹെർബ്സ് നിസ്സാരമായിട്ടൊരു മഞ്ഞളല്ല. അതുപോലെ ഇവിടെ എന്തിനൊക്കെയുള്ള ചികിത്സയുണ്ട്? ഇവിടെ നമ്മൾ 2 രീതിയിലും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് സുഖചികിത്സയുണ്ട്, 2 തെറപ്പറ്റിക്കൽ രോഗങ്ങൾക്കുള്ള ചികിത്സയും നമുക്കുണ്ട്. ഇപ്പൊ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടൈപ്പാണ്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രമേഹം അല്ലെങ്കിൽ PCOD, PCOS, അങ്ങനെയുള്ള നമ്മളുടെ ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന BP, കൊളസ്ട്രോള്, അങ്ങനെയുള്ള ഫാറ്റി ലിവർ, ഗ്യാസ്ട്രൈറ്റിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ. കൂടാതെ സുഖചികിത്സ, പിന്നെ ജോയിന്റ് പെയിൻസ്, നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഇപ്പൊ കാണാം. നമുക്ക് വേറൊരു സ്ഥലം കണ്ടാലോ? കാണാൻ എല്ലാം ഞെട്ടിക്കുന്നതല്ലയോ? അടിപൊളി. ഇത് രസം നോക്കിയേ. ഇത് നമ്മളുടെ യോഗ ഹോളാണ് ഇവിടെ. അതെ, നമ്മളിപ്പോ ഓപ്പൺ ആയിട്ട് യോഗ എന്ന് പറഞ്ഞില്ലേ, ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത സമയത്ത് മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഹോളാണ് ഇത്. ഇവിടെ ചെയ്യുന്നത്. അതെ. ഇത് തൈ മസാജിന് വേണ്ടിയാണ്. അതേ രീതിയിൽ നമ്മുടെ ബോഡിയുടെ എല്ലാ ജോയിന്റ്സും സ്ട്രെച്ച് ആവുന്ന രീതിയിൽ പക്കായിട്ടുള്ള തൈ മസാജ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ എല്ലാരും പറയും തൈ മസാജ് ഭയങ്കര സൂപ്പർ. അതെ.
അതിപ്പം ഒരു പേഷ്യന്റ് ഉണ്ട്, അതിനുവേണ്ടി നമ്മൾ റെഡിയാക്കി ഇട്ടിരിക്കുന്നത്. അതെ അതെ അതെ. പിന്നെ പടങ്ങളൊക്കെ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പ്രത്യേകത എന്തുവാ? നമ്മൾ ആത്മ എന്നാണല്ലോ നമ്മുടെ സ്ഥാപനം. അപ്പൊ നമ്മൾ 3 ലെവലിൽ ഒരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ ആത്മയിൽ പറയുന്നത്. ഒന്ന് ശാരീരികം, മാനസികം, ബൗദ്ധികം, ഫിസിക്കൽ, മെന്റൽ, ഇന്റലക്ച്വൽ എന്നൊക്കെ പറയുമല്ലോ. അതിന്റെ വരകളാണ് നമുക്ക് കാണാൻ. ഇപ്പൊ നമ്മൾ കണ്ട ചില ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശാരീരികമായിട്ടുള്ള ഓരോ ഇതാണ്. ഇപ്പൊ മസാജിന്റെതുണ്ട്, ഫുഡിന്റെതുണ്ട്, ഹൈഡ്രോതെറാപ്പി, വാഴയിലേക്കകത്ത് ഗ്രീൻ ലീഫ് ബാത്ത്, അങ്ങനെ ഓരോ കാര്യങ്ങളുടെ, കുടിവെള്ളത്തിന്റെ, ജ്യൂസിന്റെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഫിഗറിൽ, ആ ഫോട്ടോയിൽ വരുന്നത്. ഇത് പിന്നെ യോഗ, നമ്മുടെ യോഗ, ആസന, സൂര്യ നമസ്കാരയുടെ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. ഇത് 2 കാര്യങ്ങളാണ്. ഇത് നമ്മളുടെ ഇപ്പോഴത്തെ പലരുടെയും നമ്മുടെ തോട്ട് ഇതുപോലെയാണുള്ളത്. അതിനെ ഇങ്ങനെ ആക്കുക എന്നുള്ളതാണ് മെന്റൽ ഹെൽത്ത് കൗൺസിലിങ്ങിലൂടെ നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടാകാം, ഡിപ്രഷൻ ഉണ്ടാകാം, ആൻസൈറ്റി, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു ലെവൽ നമുക്കുണ്ട്. ഇത് കൂടാതെ മേളത്ത് നമ്മുടെ ഇന്റലക്ച്വൽ ആണ്, അറിവുകൾ നേടുക. ഞാൻ പറഞ്ഞില്ലേ, നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് പഠിക്കുന്ന ഒരു സയൻസ് ആണ്. അപ്പൊ അതിനെ പറ്റിയുള്ളതാണ് അത്. ശരിക്കും ഇവിടെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ നല്ല അറിവ്, നല്ല ആരോഗ്യം കറക്റ്റ് ആവും എന്നുള്ളതാണ്. അതെ അതെ അതെ. ഒരാൾ ഇവിടെ ആദ്യം വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്? ആദ്യം വരുമ്പോൾ ഒരു കൺസൾട്ടേഷൻ കാണും. ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യും. അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ കൺസൾട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഡേ പാക്കേജ് ആണ് നമ്മളുടേത്. അപ്പോൾ എത്ര ദിവസത്തേക്ക് നിങ്ങൾ വന്നാലും ഒരു ദിവസം 12 ട്രീറ്റ്മെന്റ്സോളം കാണും ഇവിടെ ഉണ്ട്. രാവിലെ ഒരു 6:30 കഴിയുമ്പോൾ ഒരു 6:45 കൂടി ജ്യൂസ് നമ്മൾ കൊടുക്കും. രാവിലെ വെറും വയറ്റിൽ നമുക്കൊരു ജ്യൂസ് ഉണ്ട്. അവരുടെ കണ്ടീഷൻ അനുസരിച്ചാണ്. ആ ജ്യൂസിന് ശേഷം 7 മണി to 8 മണി യോഗയാണ്, യോഗ സെക്ഷൻ. ജനറൽ യോഗയുണ്ട്, അല്ലാത്ത യോഗയുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ യോഗിക്രിയ, ഈ ഐ വാഷ്, മൗത്ത് വാഷ്, അങ്ങനെയുള്ള യോഗിക്രിയാസ്, ക്ലീനിങ് പ്രോസസ്സുകളാണ്. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ഭക്ഷണം 9 മണിയാകുമ്പോൾ കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ബിപിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കും ചെക്ക് ചെയ്യും. 10 മണി കഴിയുമ്പോൾ നമുക്ക് മെയിൻ ട്രീറ്റ്മെന്റ്സ് തുടങ്ങും. അത് ഫുൾ ബോഡി മസാജ് ഉണ്ട്. മസാജ് തന്നെ 12ഓളം ടൈപ്പ് മസാജ് ഉണ്ട്. പൗഡർ മസാജ് ഉണ്ട്, ഓയിൽ മസാജ് ഉണ്ട്, സ്വീഡിഷ് ഉണ്ട്, തൈ മസാജ് ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് മസാജ് ഉണ്ട്. അപ്പം നമ്മുടെ കണ്ടീഷൻ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ മസാജ് ഡിസൈഡ് ചെയ്യുന്നത്. അതിനുശേഷം കിഴി വേണ്ടതാണെങ്കിൽ കിഴി കാണും, വേദനകളൊക്കെ ആണെങ്കിൽ. അതിനുശേഷം സ്റ്റീം ബാത്ത് ഉണ്ടാവും. ആ സ്റ്റീം ബാത്ത് അറിയാലോ, സ്റ്റീം ചേമ്പറിൽ നമ്മൾ സ്റ്റീം ബാത്ത് ഉണ്ടാവും. 11 മണിയാകുമ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാവും, എഗെയിൻ ഒരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാകും. അതിനുശേഷം 12:30 1 മണിയാകുമ്പോൾ ലഞ്ചിന് ശേഷം അബ്ഡോമിനൽ പാക്ക്, നമ്മുടെ ഡൈജഷനൊക്കെ പ്രോപ്പർ ആകാൻ വേണ്ടി അബ്ഡോമിനൽ പാക്ക് ഉണ്ടാവും. അതിനുശേഷം മഡ് ബാത്ത്, ഇപ്പൊ നമ്മൾ കണ്ട ടർമറിക് ബാത്ത്, അല്ലെങ്കിൽ ആതപ സ്നാനം, ഗ്രീൻ ലീഫ്, അത് വാഴയിലേക്കകത്ത് പൊതിയുന്ന ഗ്രീൻ ലീഫ്, ഉറപ്പായിട്ടും കാണാം. അത് കഴിഞ്ഞ് കപ്പിങ് അല്ലെങ്കിൽ അക്യുപഞ്ചർ, വേദനകളൊക്കെ ഉള്ളവർക്ക് ഫിസിയോതെറാപ്പിയുടെ IFT, അൾട്രാസൗണ്ട്, അല്ലെങ്കിൽ മോക്സൊക്കെ നമുക്കിപ്പോൾ കാണാം. മോക്സ. അതിനുശേഷം പ്രാണായാമ കാണും. പിന്നെ 4 മണിക്ക് ഒരു ചായ കാണും, ആത്മാ ടീ എന്നുള്ളൊരു ചായ കാണും. ആ 7 മണിയാകുമ്പോൾ ഡിന്നർ തരും. ഡിന്നർ കാണും. ഡിന്നർ ഫ്രൂട്ട്സ് ആയിരിക്കും മിക്കവാറും ഉള്ളത്. പിന്നെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ മാറ്റേണ്ടതാണെങ്കിൽ മാറ്റും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ബൗൾ ആയിരിക്കും നമുക്ക് ഡിന്നർ. അതിനുശേഷം മെഡിറ്റേഷൻ കാണും, ഒരു ഹോട്ട് ഫുഡ് മെഷീൻ. അങ്ങനെ ഒരു 8-8:30 കൂടി നമ്മൾ തീരും. അങ്ങനെ രാവിലെ ഒരു 6:45 തുടങ്ങിയാൽ രാത്രി ഒരു 8-8:30 വരെയുള്ള കംപ്ലീറ്റ് പാക്കേജ് ആണ് നമുക്കുള്ളത്. ഒരു മിനിറ്റ് പോലും നമുക്ക് മാറ്റി വെക്കാനില്ല. ഇല്ല. പിന്നെ ഇത് അഗെയിൻ കണ്ടീഷനാണ് അല്ലേ. ചിലർക്ക് ഇത്രയും വേണ്ട, അവരുടെ കണ്ടീഷൻ അത് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെക്കും. പിന്നെ ചിലർക്ക് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് അവരുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇവിടെ ഒരു സംഭവം ഉണ്ട്. നമസ്തേ ഡോക്ടറെ, പേര്? എൻ്റെ പേര് ശ്രീകുട്ടി. ശ്രീകുട്ടി, അപ്പൊ എന്തോ സംഭവം ഇത് നമ്മൾ മോക്സ ട്രീറ്റ്മെന്റ് ആണ്, ഒരു കപ്പിംഗ് ട്രീറ്റ്മെന്റ് ആണ്. ഇത് കപ്പിംഗ് എന്ന് പറഞ്ഞൊരു തെറാപ്പിയാണ്. ഡ്രൈ കപ്പിംഗ് എന്ന് പറയും. നമ്മൾ സക്ക് ചെയ്താണ്, മസിൽസ് സക്ക് ചെയ്തെടുക്കുന്നതാണ്. അതിന്റെ കൂടെ പെയിൻ കണ്ടീഷൻസ് ഉള്ളപ്പോൾ നമ്മൾ മോക്സയും കൂടി ആഡ് ചെയ്യും. ഇത് മോക്സ എന്നാണ് ഇതിന് പറയാം. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതും കൂടി വെച്ചിട്ട് പെയിൻ ഉള്ള കണ്ടീഷൻസിൽ സക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്ത് കാണാം. ഇത് സന്തോഷം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റീം ബാത്ത് ആണ്. സ്റ്റീം ബാത്ത് ഇരിക്കുന്നത് മസാജ് റൂമിനകത്താണ്. പെട്ടെന്ന് ഇങ്ങോട്ട് മസാജ് ചെയ്തിട്ട് കിഴി വേണ്ടവർക്ക് കിഴി ചെയ്തിട്ട് സ്റ്റീം ചെയ്തിട്ട് ഇവിടെ തന്നെ കുളിക്കാം. ബാത്റൂം എല്ലാം സെറ്റപ്പ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഓയിലിൽ തന്നെ പല ടൈപ്പ് ഓയിൽ മസാജ് ഉണ്ട്, മുറിവെണ്ണ കൊണ്ടുള്ള മസാജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചാണ് ഏത് മസാജ് വേണമെന്ന് നമ്മൾ തീരുമാനം. ഓൾമോസ്റ്റ് ഒരു 1 hourന് മേളിൽ ഒരു മസാജ് ടൈം ഡ്യൂറേഷൻ 1 മണിക്കൂറിന് മേളിൽ എടുക്കും. നമ്മുടെ പല കാര്യങ്ങൾക്കും മസാജ് വളരെ നല്ല റിസൾട്ട് തരുന്നുണ്ട്. ഒരു റിഫ്രഷ്മെന്റ്, ബോഡിക്ക് റിജുവിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മസാജ് നമുക്കറിയാവുന്ന പോലെ വളരെ നല്ലതാണ്. അത് കൂടാതെ ചില കണ്ടീഷനിൽ ചില നീര്, ഇപ്പൊ മസാജ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് നീരുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത്. ചില എല്ലാ നീരുകളും കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ കറക്റ്റ് ആയിട്ടുള്ള മസാജ് നമുക്ക് ഇവിടെ ആൾക്കാർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും. മസാജ് മാത്രമായിട്ട് വന്ന് എടുക്കുന്നവരുണ്ട്. അതെ. അപ്പൊ മസാജ്, സ്റ്റീം, കിഴി അത് മാത്രമായിട്ട്. അത് എത്ര സമയം? അത് 1.5 hour. ഒരു 1.5 മണിക്കൂർ, ഒരു 90 മിനിറ്റ്,
1.5 മണിക്കൂർ അത് മാത്രമായിട്ട് വന്ന് എടുക്കുന്നവരുണ്ട്. എല്ലാ മാസവും റെഗുലറായിട്ട് വന്ന് മസാജ് എടുക്കുന്നവരും അങ്ങനെ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. ഡോക്ടർ ഇപ്പൊ ഇതെന്തു ചെയ്യുന്നേ? ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സകളിൽ ഒന്നാണ് ഈ ആദപ സ്നാന എന്ന് പറയും. ഗ്രീൻ ലീഫ് ബാത്ത് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആദപ സ്നാന എന്ന് പറയും. ശരിക്കും നമ്മളിപ്പോൾ താഴെ കണ്ടില്ലേ സ്റ്റീം ബാത്ത്. സ്റ്റീം ബാത്ത് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ച മെഷീനും വെച്ചുള്ളൊരു സംഭവമാണ്. നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റീം ബാത്ത്, പ്രകൃതിയോടാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞാൽ ഈ ആദപ സ്നാനയാണ്. ശരി. വാഴയിലേക്ക് അകത്തൂടെ നമ്മൾ വേർക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് കിട്ടും. അതിനകത്തുള്ള ഹെർബ്സിന്റെ ഗുണങ്ങൾ കിട്ടും. അത് കൂടാതെ നാച്ചുറൽ സൺലൈറ്റ് കൂടിയാണല്ലോ വേർക്കുന്നത്. മറ്റേത് നമ്മൾ മെഷീൻ വെച്ചുള്ളൊരു സ്റ്റീം ബാത്ത് ആണല്ലോ. അപ്പോൾ ഇത് നാച്ചുറൽ സ്റ്റീം ബാത്ത് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഇത് കുറേയധികം പ്രധാനമായിട്ട് ഈ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ആദപ സ്നാനം. എത്ര സമയമായിരിക്കും ഇത് ചെയ്യുന്നത്? ഇത് 20 to 30 മിനിറ്റ്സ് നമ്മൾ ചെയ്യും. അപ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മൾ വെട്ടി വേർക്കും. ഡോക്ടറെ ഇപ്പൊ രാവിലെ തൊട്ട് ഏകദേശം ഒരു രാത്രി വരെ ഇത്രയും സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഒരു വലിയ റേറ്റ് ആവത്തില്ലയോ? ഇല്ല, നമുക്ക് എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും ഈ പ്രകൃതി ചികിത്സ എത്തണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചില്ല, നമ്മൾ ബെഡായിട്ട് വാർഡ് പോലെ ബെഡായിട്ടുള്ളിടത്ത് ഒരു 1200 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. 1200 തൊട്ട്. അതായത് അവർക്ക് ഭക്ഷണവും താമസവും നമ്മൾ അതിന് കൊടുക്കും. പിന്നീട് അവർ ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതിന് അവർ എക്സ്ട്രാ പേ ചെയ്താൽ മതി. അതല്ല, നമ്മൾ താഴെ കണ്ട റൂംസ് ഉണ്ടല്ലോ, റൂംസും 2 രീതിയിലാണ് വരുന്നത്. ഒരു ദിവസത്തേക്ക് ഏതാണ്ട് 12 ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഒരു ദിവസം വരുന്നുണ്ട്. കൂടാതെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, കൂടാതെ 2-3 ജ്യൂസ്. ഇതും AC റൂമും, എല്ലാ റൂമും AC ആണ്. ആ AC റൂം ഉൾപ്പെടെ 4000-വും 5000-വും 2 ടൈപ്പ് റൂമുണ്ട്. 4000-5000 രൂപയ്ക്ക്. 4000-5000 രൂപയേ ഉള്ളൂ നമ്മൾ ആ താഴെ കണ്ട ആ റൂം. പിന്നെ ഈ പറഞ്ഞ രാവിലെ തൊട്ട് രാത്രി വരെ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്താലും ഭക്ഷണം, നമുക്ക് ഇടയ്ക്കുള്ള ഹെൽത്തി ഡ്രിങ്ക്സ്, താമസം എല്ലാം ഉൾപ്പെടെ അത്രേ ഉള്ളൂ. സിംഗിൾ റൂമിന് 4000, ഡബിൾ റൂമിന് 5000. അപ്പൊ ഡബിൾ റൂമിൽ ഒരാൾ താമസിക്കുകയാണെങ്കിൽ, ഡബിൾ റൂമിൽ 2 പേര് താമസിക്കുകയാണെങ്കിൽ 4000 രൂപ വെച്ച് ഓരോരുത്തർക്ക്. നമസ്തേ. സ്ഥലം? എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഇവിടെ എന്തുമായിട്ടാണ് വന്നേ? ഞാനിവിടെ ഡയബറ്റിക്സ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഡയബറ്റിക്സ് എനിക്കൊരു 12 വർഷമായിട്ട് ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു. ഞാൻ അമേരിക്കയിലാണ്, അവിടെയാണ് ജോലി ചെയ്യുന്നതൊക്കെ. ഇവിടെ വരുമ്പോൾ എനിക്ക് തുടക്കത്തിൽ 402 കാണിച്ചിരുന്നു, അത്രയും കാണിച്ചിരുന്നു. പിന്നെ അലോപ്പതി ചികിത്സയിലൊക്കെ കുറച്ച് കുറഞ്ഞു, പക്ഷെ പിന്നെയും കൂടും, പിന്നെയും കുറഞ്ഞു, പിന്നെയും കൂടി, ഇങ്ങനെ നിൽക്കായിരുന്നു. ഇവിടെ വന്ന് ഒരു 7 ദിവസത്തെ ചികിത്സ ഉണ്ട്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അവർ പറഞ്ഞു അലോപ്പതി ഗുളികയും കഴിച്ചുകൊണ്ടാണ് ചെയ്തത്. 1ാമത്തെയും 2ാമത്തെയും ദിവസമൊക്കെ എടുത്തത്. 3ാമത്തെ ദിവസമായപ്പോഴേക്കും അലോപ്പതി ഗുളിക കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. മെറ്റ്ഫോർമിനാണ് എടുത്തിരുന്നത്, അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. അതിനുശേഷം ഇവിടുത്തെ ചികിത്സ കൊണ്ട് പോകുന്നതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് നോർമലായിട്ടാണ് പോയത്. ഇപ്പൊ ഒരു കുഴപ്പമില്ല, അടിപൊളിയാ. അവര് പറഞ്ഞ ഇതിപ്പോ ഡോക്ടർ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടും ഇദ്ദേഹം കൃത്യമായിട്ട് ആഹാരം കറക്റ്റ് ചെയ്യുന്നുണ്ടോ? അവര് പറഞ്ഞു തരുന്ന ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല. ആഹാരത്തിലാണ് അസുഖം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മരുന്നൊന്നുമില്ലല്ലോ, ഇവിടുത്തെ ചികിത്സയിൽ യാതൊരു മരുന്നും ഉണ്ടായിരുന്നില്ല. നമസ്കാരം. സന്തോഷേട്ടാ. പേര്? അനുരാജ്. എല്ലാവർക്കും അറിയാവുന്നവരെ രണ്ടുപേരെയും. അപ്പൊ എന്തായിട്ടാ ഇവിടെ വന്നത്? ഞാൻ നിഷയ്ക്ക് സെർവിക്കൽ സ്പോണ്ടിലോസിസിന്റെ പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പം അതിന് ഈ കൈ അങ്ങ് തളർന്നു പോയായിരുന്നു, ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു അവസ്ഥയിലോട്ട് വന്നായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഒരു 5-6 ഇടത്ത് ഞങ്ങൾ എല്ലാം മസാജിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് 10 ദിവസം 20 ദിവസവും 21 ദിവസം വരെ ഞങ്ങൾ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു മാറ്റവും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ആദ്യത്തെ കുറച്ച് ദിവസം ഒരു ചെറിയ പ്രശ്നം മാറുമെന്നല്ലാതെ പിന്നെ അങ്ങോട്ട് പിന്നെയും പഴയതുപോലെ തന്നെ അങ്ങനെ വന്നിട്ടാണ് പിന്നെ ഇവിടെ വന്നതും. ഇവിടെ ഒരു 10 ദിവസം നിഷയ്ക്ക് അങ്ങനെ വന്നപ്പോൾ ഞാനും അവളോടൊപ്പം ഇവിടെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇവരോടൊപ്പം ഒരു ആർമിയിൽ നിന്നൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മളൊരു ഒരു ആർമി ലൈഫിൽ നിന്ന് പെട്ടെന്ന് നോർമൽ ലൈഫിലോട്ട് വന്നപ്പോൾ നമ്മൾ ഒത്തിരി ആവശ്യമില്ലാത്ത ഫുഡുകൾ കഴിക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയപ്പോഴത്തേക്ക് ബോഡിക്കൊരു എന്താ പറയുന്ന ഒരു പുളിച്ച് തേകട്ടൽ പോലെയും അങ്ങനെ എന്ത് കഴിച്ചാലും നമ്മളൊരു പ്രശ്നമായിരുന്നു. പിന്നെ ഇവിടെ വന്നൊരു 10 ദിവസം സത്യം പറയാമല്ലോ സന്തോഷേട്ടാ, 10 കിലോ വൃത്തികളില്ലാതെ 10 കിലോ. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഉൾപ്പെടെ എല്ലാവരും എന്നോട് ചോദിച്ചു, എടാ നീ എവിടെ പോയിട്ട് വന്നതാ? 10 ദിവസം
ശരിക്കും അവിടെ ചോദിച്ചു നോക്കും 10 കിലോ പറഞ്ഞിട്ട് എനിക്ക് എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, നീ എന്തിനാ, നിനക്ക് ഒരു അസുഖമില്ല, നീ എന്തിനാ അവിടെ പോയി കിടന്ന് 10 കൊല്ലം കുറച്ചെന്നായിപ്പോയി. എങ്ങനെയുണ്ട്? ശരിക്കും ട്രീറ്റ്മെൻറ്റ് ഭയങ്കര നല്ലൊരു പ്രകൃതി ചികിത്സയുടെ ഏറ്റവും നല്ലൊരു ഇതാണ് ഞാൻ പറയുകയാണെങ്കിൽ കാരണം നമുക്ക് സാധാരണ തിരുമുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് വിശ്രമമാണ്. ഇതൊരു 8 ട്രീറ്റ്മെൻറ്റോളം രാവിലെ തുടങ്ങുന്ന ട്രീറ്റ്മെൻറ്റ് നൈറ്റിൽ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പം നമുക്ക് അതൊരു ഭയങ്കര ഒരു ഒരു റിലാക്സ് ആയി. എനിക്ക് കൈക്ക് ശരിക്കും അനങ്ങാൻ മേലാത്ത രീതിയിലായിരുന്നു വന്നത്. അപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് കൈയൊക്കെ അനക്കാൻ സാധിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ സംരക്ഷിക്കുന്നതാ, എന്ന് പറഞ്ഞാൽ അനാഥരായിട്ടുള്ള കുറേ ആൾക്കാരെ സംരക്ഷിക്കുന്നതാ. അപ്പോൾ ആ ജോലി ഭയങ്കര കൂടുതലാണ്. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് നല്ല കൃത്യമായിട്ട് തിരിച്ചു. അതെ, തീർച്ചയായിട്ടും രാവിലെ തുടങ്ങുന്ന ഓട്ടം 12 മണി വരെ. ഡോക്ടർമാർ ഒരുപാട് റെസ്റ്റ് പറഞ്ഞെങ്കിലും ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. അഭിജിത്ത് ഇവിടെ ഒരു 10 ദിവസം നിർബന്ധപൂർവ്വം റെസ്റ്റ് എടുപ്പിച്ചു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ശരിക്കും ഭയങ്കര റിലാക്സ് ആയിരുന്നു. ശരിക്കും ഇവിടുത്തെ ഭക്ഷണവും ഒക്കെ നമുക്ക് എന്താണ് പറയേണ്ടത്, ജന്മത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ടൈപ്പ് ഫുഡ്, അതുപോലെ തന്നെ ടേസ്റ്റി ഫുഡ്. ഈ എണ്ണയും തേങ്ങയും ഒക്കെ ഉപയോഗിക്കാതെ എങ്ങനെ ഇത്ര നന്നായിട്ട് ഭക്ഷണം ഉണ്ട്? എല്ലാവരും വിചാരിക്കുന്ന എണ്ണയും തേങ്ങയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. ഒന്നുമല്ല, എണ്ണയും തേങ്ങയും ഒക്കെ ഉപയോഗിക്കാതെ എങ്ങനെ ഇത്ര നല്ല ടേസ്റ്റി ഫുഡ് എന്നുള്ളത് ഭയങ്കര നമുക്ക് കടുക് പോലും ഇല്ലാതെ ഫുഡ് ഉണ്ടാക്കുന്നത്. സന്തോഷം. ഇത് അമ്മയാണ് ഈ ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നത്. നമുക്ക് കിച്ചൺ സ്റ്റാഫ് ഉണ്ട്, കൂടാതെ അമ്മ ടീച്ചറാണ്. അപ്പൊ അമ്മയ്ക്ക് അവധിയുള്ള ദിവസം, സമയം കിട്ടുന്ന ദിവസമൊക്കെ അമ്മയും നമ്മളുടെ കിച്ചണിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആരുമില്ല, കിച്ചണിൽ ആരുമില്ല. കിച്ചണാണ് ആദ്യം തൊട്ടായ തുടക്കം, കിച്ചണാണ് ഏറ്റവും പ്രധാനം. അതെ, കിച്ചണാണ് ഫാർമസി. അപ്പൊ നമ്മളെല്ലാം കണ്ടല്ലോ. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇവിടെ പഠിപ്പിക്കും, കൂടാതെ നല്ല ഭക്ഷണം, പിന്നെ ഈ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ട്രീറ്റ്മെന്റ്, നല്ല റൂം, പിന്നെ എന്തൊക്കെയാ ഡോക്ടറെ? നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഈ വിദേശത്തു നിന്ന് വരുന്നവർക്ക് അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു പരിധിവരെ പ്രവാസികളാണ്. അവർക്ക് നാട്ടിൽ വരുമ്പോൾ റിഫ്രഷ്മെന്റ് ആവശ്യമാണെങ്കിൽ അവർക്ക് നമ്മളൊരു പ്രത്യേക പാക്കേജുകളൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതെ, എയർപോർട്ടിൽ നിന്ന് അവരെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മൾ നേരിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ അതനുസരിച്ചുള്ള പാക്കേജുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ലൈഫ് സ്റ്റൈലും പിന്നെ ഈ ജോയിന്റ് പെയിൻസും ആണ്. എത്ര പഴകിയ ഡയബറ്റിക്, ഇപ്പോൾ 10-20-30 വർഷം പഴകിയ ഡയബറ്റിക് പോലും നമ്മളിവിടെ ഒരു 21 ഡേയ്സ് 15 ഡേയ്സ് പാക്കേജിൽ കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. മുട്ടുവേദന, നടുവേദന, ഷോൾഡറിന്റെ വേദന, ഈ നമ്മുടെ ഫ്രോസൺ ഷോൾഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നു. അതുപോലെ ഇപ്പൊ ഈ 1 ദിവസം 2 ദിവസം അല്ലാതെ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റും? നിൽക്കാൻ പറ്റും. അതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളോട് സജസ്റ്റ് ചെയ്യുന്ന 7 ദിവസം, 10 ദിവസം, 15 ദിവസം, അങ്ങനെയാണ്. അതെ, ഏറ്റവും നല്ലത് ആ ഒരു ടൈം സ്പാൻ നമുക്ക് നമ്മളുടെ സാഹചര്യവും നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് 7 ദിവസം അല്ലെ 10 ദിവസത്തോളം നിൽക്കുന്നതാണ്. അപ്പൊ നമുക്കൊരു കറക്റ്റ് റിഫ്രഷ്മെന്റ് നമ്മുടെ ബോഡിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. 2 രീതിയിലാണ്. ഒന്ന് ഈ ഡീടോക്സിഫിക്കേഷൻ ആണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് അണുക്കൾ പുറത്തോട്ട് പോകുന്നു, അതോടൊപ്പം നമ്മളുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി നമ്മൾ വർദ്ധിപ്പിക്കും. ആ ഒരു പ്രൊസീജിയർ നടക്കണമെങ്കിൽ ശരിക്കും ഒരു 7 ദിവസം, ഒരു 10 ദിവസമൊക്കെയാണ് ഐഡിയലി ഉണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്നത്. നമ്മൾ രോഗങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരു സ്ഥലമല്ല ഇത്, ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുന്ന ഒരു സ്ഥലമാണ്. രോഗത്തെ പറ്റി സംസാരിക്കേണ്ട എന്നുള്ളതാണ് നമ്മളുടെ കൺസെപ്റ്റ്. മറിച്ച് ആരോഗ്യത്തെ പറ്റി നമുക്ക് കൂടുതൽ ചിന്തിക്കാം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ സന്തോഷേട്ടനോട് നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടേഴ്സ് അല്ല ടീച്ചേഴ്സ് ആണ്. അതെ, അവരെ എങ്ങനെ നന്നായിട്ട് ജീവിപ്പിക്കാമെന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യാനാണ് ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത്. അതാണ് കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ലേഡീസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ആർത്തവ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എല്ലാം തന്നെയുണ്ട്. അതിനനുസരിച്ച് മറ്റ് വെയിറ്റ് ലോസ് ആണെങ്കിൽ അതുപോലെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സ്ത്രീകൾ തന്നെയായിരിക്കും തെറാപ്പിസ്റ്റ് കാര്യങ്ങൾ, അവരുടെ പ്രൈവസി ഒക്കെ മാനേജ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്.